എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ വിനാസ് കറിവേളിന്റെ 5th ബർത്ത്ഡേ ആണ്. 2015 നവംബർ 3-ാം തീയതിയാണ് ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയത് നമ്മുടെ തൃശ്ശൂർ മീൻകറി വെച്ചിട്ട്. അപ്പോ 5 വർഷം കടന്നുപോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ തുടങ്ങിയ പോലെയാണ്. അപ്പോ നിങ്ങളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നിങ്ങളുടെ ആ ഒരു സ്നേഹം തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെ? എന്റെ കൂടെ എന്റെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്ന ജാൻ ജോഷി, എന്റെ മക്കള്, എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സമയത്ത് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പറയണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ പറയാ നീ എല്ലാവരും അടുത്ത് നന്ദി പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് വഴിമാറി തന്നതിന് വളരെ നന്ദി. അപ്പൊ ചേട്ടനും ഇപ്പൊ ഇതില് വരാൻ തുടങ്ങി. കുറെ ആദ്യ സമയങ്ങളിലും ചേട്ടൻ വന്നിരുന്നില്ല, ഒരുപാട് ദേഷ്യമായിരുന്നു എന്നോട്. എന്തിനാ ഞാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ പിന്നെ വിളിച്ചില്ലെങ്കിൽ വന്നോളും. അപ്പൊ ഒരു കുഴപ്പമില്ല, അതിന് ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ ഫാമിലിയാണ് വിനാസ് കറിവേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അല്ല, നമ്മുടെ കുടുംബത്തിന്റെ ആണത്. അപ്പൊ ഇനിയും മുന്നോട്ട് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് പോകാൻ നിങ്ങളുടെ അനുഗ്രഹവും അതേപോലെ തന്നെ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സന്തോഷ ദിവസത്തില് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ആണ്. അതായത് നമ്മുടെ മാഷ്മെലോ. മാഷ്മെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് അല്ലെ. ഇവിടെ എന്റെ മക്കൾക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്റെ കെട്ടിയോനായ വലിയ കുട്ടിക്ക് ഇഷ്ടമില്ല. പക്ഷെ മധുരം നിർത്തി, ശരി, സമ്മതിച്ചു, നിർത്തി. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ നിർബന്ധിക്കണമില്ല. അപ്പൊ മാഷ്മെലോസ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക, അവരുടെ ഒരു സന്തോഷം അല്ലെ. ഭയങ്കര അവർക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അമ്മമാർക്ക് സന്തോഷമാവും. വളരെ എളുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്, പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് ഉണ്ടാക്കി എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഷ്മെലോസ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാ, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള മാഷ്മെലോസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മാഷ്മെലോസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പൊടിക്കണം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതായത് 1/2 കപ്പ് പഞ്ചസാര. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് പറയുന്നത്, 1/2 കപ്പ്. നമുക്കത് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എത്ര പഞ്ചസാര എടുക്കുന്നോ അതിന്റെ പകുതി നമുക്ക് കോൺഫ്ലോർ എടുക്കണം. അപ്പൊ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഈ പഞ്ചസാരയുടെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കണം. ആ രണ്ടും നന്നായിട്ട് മിക്സായി കിട്ടാനാണ്. അത് മാത്രമല്ല, ഇതിൽ കട്ടകൾ ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും കോൺഫ്ലോറും രണ്ടും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് ഏത് പാത്രത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം റെഡിയാക്കി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിന്റെ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിംഗ് റാപ്പ് ഇല്ലേ, ക്ലിംഗ് റാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഇതുപോലെ ഗ്ലാസിന്റെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസനയൊന്നും ഇല്ലാത്ത ഓയിൽ, ഇപ്പൊ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ലൈറ്റ് ആയിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരുപാട് വാസനയുള്ള ഓയിൽ പാടില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഒട്ടി പിടിക്കില്ല പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള ഗ്ലാസിന്റെ ആണ്. പക്ഷെ പ്ലാസ്റ്റിക് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം, കാരണം ചൂടില്ലാത്തതാണ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഹെൽത്തിന് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ നിങ്ങളുടെ ഏത് പാത്രമാണോ, അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിൽ കറക്റ്റ് അളവായിരിക്കും, ചെറിയൊരു അളവിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിലായിരിക്കും കാണാനും വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള, അതായത് ഹൈറ്റ് കുറവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ട് പോകും, അതിന് തിക്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുഴിയുള്ള പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഗ്ലാസിന്റെ ഇതിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൗഡർ ഷുഗർ പ്ലസ് കോൺഫ്ലോറിന്റെ മിക്സ് ഇല്ലേ, അത് കുറച്ചൊന്ന് തൂക്കി കൊടുക്കാം.
അത് അരിപ്പയിൽ അങ്ങനെ എടുക്കുക. അതെന്തിനാ തൂക്കി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഈ പാത്രങ്ങൾ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജലാറ്റിൻ. ജലാറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലെയിൻ ആയിട്ടുള്ള ഒട്ടും തന്നെ ഫ്ലേവർ ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ജലാറ്റിനാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമുക്ക് ജലാറ്റിൻ പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ പിള്ളേർക്ക് ജെല്ലി ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ സ്ട്രോബെറി ജലാറ്റിൻ കിട്ടും, അതേപോലെ തന്നെ പൈനാപ്പിൾ, മാംഗോ എന്നൊക്കെ പറഞ്ഞ പല ഫ്ലേവറിലും കളറിലും ജലാറ്റിൻ അവൈലബിൾ ആണ്. അങ്ങനെയല്ല, അതല്ല നമുക്ക് വേണ്ടത്. പ്ലെയിൻ ആയിട്ടുള്ള ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജലാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലേ ഏതിരിക്കുന്നത്? അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ സാഷെ പാക്കറ്റ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരു വലിയ പാക്കറ്റിൽ നമുക്ക് അളന്നെടുത്താലും മതി. സാഷെ പാക്കറ്റ് ആണെങ്കിൽ 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഇപ്പം വേണ്ട ജലാറ്റിൻ്റെ അളവ് കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുത്ത വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ തണുത്ത വെള്ളത്തിൽ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. അഗർ വെച്ച് നോക്കിയപ്പോഴും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല, ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ജലാറ്റിൻ തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് എങ്കിലും ഇരിക്കണം. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാവാൻ 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് 5 മിനിറ്റും കൂടി ഇരുന്ന് 10 മിനിറ്റ് മൊത്തത്തിലിരുന്ന് ശരിയായിക്കോളും. അപ്പോൾ ഇത് നമുക്ക് അനക്കാതെ മാറ്റി വയ്ക്കാം. ജലാറ്റിൻ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര, 250 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 250, 240 ml ആയാലും കുഴപ്പമൊന്നുമില്ല. 250 ml കപ്പിൽ ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അലിഞ്ഞ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ആ കറക്റ്റ് കൺസിസ്റ്റൻസി അവൻ എൻ്റെ അടുപ്പിൽ എത്ര സമയം വേണ്ടി വരുന്നു എന്നും ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ സമയം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കുക. കാരണം ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും. എന്നാൽ പോലും കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വെള്ളം റെഡിയാക്കി അടുത്ത് വെച്ചോളൂ കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച കാരണം നമുക്കിതിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ ക്രിസ്റ്റലൈസ് ആവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മാത്രം പാടുള്ളൂ കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്കാവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുറച്ച് ഡ്രോപ്പ് ഈ തണുത്ത വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടാൻ ശ്രമിക്കുക. അപ്പോൾ പറ്റുന്നില്ല, എല്ലാം അലിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടില്ല എന്നാണ്. ഒന്ന് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരിവാകുമ്പോഴാണ് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, മീഡിയം ടെമ്പറേച്ചറിൽ വെക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കരിഞ്ഞൊന്നും പോവില്ല, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഈ സമയത്ത് വേറെ എവിടെയും പോകാൻ പാടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വേറെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ഈ പഞ്ചസാര ലായനിയുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധ നന്നായിട്ട് ഉണ്ടാവണം. ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ആവാറായിട്ടുണ്ട്. ദേ ഇങ്ങനെ ചെറിയ ചെറിയ കയ്യിലിങ്ങനെ പിടിക്കാനുള്ള ഒരു പരുവായിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് കട്ടിയായിട്ട് ഉരുട്ടിയെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം. അപ്പോൾ 7 മിനിറ്റാണ് എനിക്ക് ആയിരിക്കുന്നത്. 7 മിനിറ്റ് സമയമായ സമയത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് തീ കുറച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ജലാറ്റിൻ അലിയുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജലാറ്റിനും ഈ ഷുഗറും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. അത് അലിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. 7 മിനിറ്റ് ആയ സമയത്താണ് ഞാൻ ഇതിലേക്ക് ജലാറ്റിൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തു ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇരുന്നോട്ടെ.
കാരണം നല്ല ചൂടുള്ള സമയത്ത് നമ്മളത് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ പുറത്തേക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 5 മിനിറ്റെങ്കിലും ആറിയതിന് ശേഷം മാത്രം നമുക്കിത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ചിലവർ മിക്സിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എല്ലാവരുടെ മിക്സിയും ചിലപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. ഈ ചൂടുള്ള ദ്രാവകം നമ്മൾ മിക്സിയിൽ ഒഴിച്ചതിന് ശേഷം മാക്സിമം സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് അങ്ങ് തെറിച്ചു പോകും. നമ്മുടെ മേലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല അത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കട്ടിയായിട്ട് മാറും. അപ്പോൾ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണെങ്കിലും നന്നായി വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും ചൂടുള്ള സംഭവം ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ഹാൻഡ് മിക്സ് വെച്ചിട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാടുള്ള ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യണം? ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുക്കുക, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഒക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ശരിയാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിൽ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അത് 10-15 മിനിറ്റ് മേലെ എടുക്കും മിക്സിയൊക്കെ. പക്ഷെ ഞാൻ ഇതാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മീഡിയം സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴെ ഒരു ടർക്കി ടവൽ എങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ ഗ്ലാസിന്റെ ബൗൾ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ ബൗൾ എടുത്താൽ മതി. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ള നല്ല കുഴിയുള്ള ബൗൾ എടുക്കണം. അപ്പോൾ ഇത് മുകളിലേക്ക് തെറിച്ചാൽ നമ്മുടെ മേലേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇച്ചിരി കുഴിയുള്ള ബൗളിൽ നമുക്കിത് എടുക്കാം. അതിനുശേഷം മീഡിയം സ്പീഡിൽ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ പതുക്കെ ആവുള്ളൂ. ഇതുപോലെ പതഞ്ഞ് അവസാനം നല്ലൊരു കൺസിസ്റ്റൻസി ആവും. ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റ് ആയപ്പോഴത്തെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് മീഡിയം സ്പീഡിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. കണ്ടില്ലേ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്യും. പിന്നെ 2 മിനിറ്റും കൂടെ ഞാൻ അടിച്ചപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, നമുക്ക് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. ഇതുപോലെ നമ്മൾ ഒഴിക്കുമ്പോൾ റിബൺ പോലെ ഇങ്ങനെ താഴോട്ട് വീഴണം. അപ്പം ആ ഒരു പരിവാകുമ്പോഴാണ് നമുക്ക് നിർത്തേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് 1 ലെയർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് വീണ്ടും ഏത് കളറാണോ, പിങ്കോ ബ്ലൂവോ ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ആ ലെയർ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ വൈറ്റ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ കുറച്ച് പിങ്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഞാനത് മുറിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണം. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ റിബൺ കണക്ക് താഴോട്ട് വീഴണം. മൊത്തത്തിൽ വടിച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. സമയം കുറച്ച് വൈകി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സെറ്റായി പോകും. നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ പാത്രമൊക്കെ എപ്പോഴും റെഡിയാക്കി അടുത്ത് തന്നെ വെക്കണം. ഒന്ന് തട്ടി കൊടുക്കുക, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മിക്സ് അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു വെറുതെ എന്തെങ്കിലും ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് പുറത്തെടുത്ത് മുറിക്കാം. വളരെ എളുപ്പമാണ് സംഭവം ഉണ്ടാക്കാൻ. മുട്ട വേണ്ട, അതേപോലെ തന്നെ കോൺ സിറപ്പ് വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇത് എളുപ്പമായിട്ട് നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാളും സൂപ്പ് ടേസ്റ്റിലും അതേപോലെ തന്നെ വീട്ടിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ മാഷ്മലോ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാഷ്മലോ ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് പേപ്പർ വെക്കുന്നേക്കാളും നല്ലത് ക്ലിംഗ് റാപ്പ് വെക്കുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ വെച്ചാലും ഓയിൽ തടവിയാലും മതി. പക്ഷേ ഇത് ഗ്ലാസിന്റെ ബൗളാണെങ്കിൽ ഓയിൽ തടവി കഴിഞ്ഞാൽ വരുമെന്ന് എനിക്കറിയില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഓയിൽ തടവി കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കവർ റിമൂവ് ചെയ്യാം സൈഡിൽ നിന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഷുഗർ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ ഇട്ട് കൊടുക്കുക. ബാക്ക് സൈഡിൽ ഒന്നും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുക, സൈഡിലൊക്കെ. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം മുറിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിയിലും ആക്കുക. അപ്പം നമുക്ക്
ഒട്ടി പിടിക്കാണ്ട് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. കണ്ടില്ലേ? ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലും ഇതൊന്ന് ആക്കി കൊടുക്കുക. സൈഡിലത്തെ ഒരു ഒട്ടലുണ്ടാവും, അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ കോൺഫ്ലോർ മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളയണം കേട്ടോ. ഓവറായിട്ട് നമുക്ക് ഷുഗറും ഇതൊന്നും വേണ്ട, എക്സസ് ആയിട്ട് തട്ടിക്കളയണം. പക്ഷെ ആദ്യം തന്നെ എല്ലാ സൈഡിലും അത് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വീണ്ടും നമുക്കതിനെ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വലിയ ആൾക്കാർ മുഴുവനും ഒരു വലിയ പീസ് കഴിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയാണ് മുറിക്കാൻ പോകുന്നത്, ഈ ഒരു സൈസിൽ കേട്ടോ. ഈ ഒരു സൈസിൽ എല്ലാം മുറിച്ചെടുക്കാം. അപ്പം ഇതേപോലെ മൊത്തത്തിൽ ഡസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു അളവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കി മുറിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി മുറിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറുതാക്കി മുറിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നേരെ അടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. തെറിച്ചു പോകണം ഞാനിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അത്ര സ്ക്വിഷി ആയിട്ടുണ്ട്. ശരിക്കും ഒരു പില്ലോ പോലെയുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ മാഷ്മലോന്റെ ടെക്സ്ചറും ടേസ്റ്റ് അതിനേക്കാളും സൂപ്പറാണ്. പിള്ളേർ പറഞ്ഞ അതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റ് വൈസ് നന്നായിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിലതിൽ ഒരു സിന്തറ്റിക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നന്നായിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നമുക്കൊന്ന് മുറിക്കാം. ഇത് ഞാൻ കുറച്ച് കളറ്, പിങ്ക് കളറ് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 ലെയർ ആയിട്ടാണ്, ഒരുപാടൊന്നുമല്ല, ചെറിയൊരു ലെയർ മാത്രം. ഒരു 1/4 ഭാഗം ഞാൻ ഇതിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളതിലോട്ട് ഒരു ഇച്ചിരി പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, കുറച്ചിങ്ങനെയായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ പാത്രത്തിലോട്ടാക്കി ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇരട്ടി ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഡസ്റ്റ് ചെയ്തതിന് ശേഷം മുറിച്ച് എടുക്കാം. അപ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്, പക്ഷേ ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ മാഷ്മലോസ് ഞാൻ മുറിച്ചിട്ടുണ്ട്. വൈറ്റും നമ്മുടെ പിങ്ക് ആൻഡ് വൈറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഷുഗർ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് തട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. അതേപോലത്തെ ലുക്കും ഉണ്ട്, അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് അടുത്തേക്ക് കൊണ്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോയി. അപ്പോൾ കണ്ടില്ലേ, അത്രയും സ്പോഞ്ചി ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മറ്റൊന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ്. അതേസമയം എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ അത്രയ്ക്ക് ഹാപ്പി ആവും. അമ്മ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 10 ഉമ്മയൊക്കെ തരും. അപ്പോൾ ആ ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഒരു പീസ് കഴിക്കണ്ടേ? അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവില്ലേ? അതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ കേട്ടാ. സൂപ്പർ കേട്ടോ. ഞാൻ ഒട്ടും എന്താ പറയുക കൂട്ടി പറയുന്നതല്ല, ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട്, ഒരു സംശയവുമില്ല. ആ പാകത്തിന് മധുരവും സോഫ്റ്റ്നെസ്സും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാഷ്മലോ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വിനാസ് കറിവേളിന്റെ 5th ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.